ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായി മനുഷ്യവാസമുള്ള 10 നഗരങ്ങൾ. മനുഷ്യൻ കൂട്ടമായി താമസിക്കാൻ ആരംഭിച്ചപ്പോഴാണ് നഗരങ്ങൾ ഉണ്ടായത്. കാലം മാറി, സാമ്രാജ്യങ്ങൾ പലതും ഉയർന്നു, പിന്നീട് പലതും തകർന്നു, രാജ്യങ്ങളുടെ അതിർത്തികൾ പുനർരേഖപ്പെടുത്തി. എന്നാൽ ചില നഗരങ്ങൾ വിവിധ കാലഘട്ടങ്ങളിലൂടെ അതിജീവിച്ച് മനുഷ്യവാസം നിലനിർത്തി ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഈ നഗരങ്ങൾ മനുഷ്യ ചരിത്രത്തിന്റെ സാക്ഷികളാണ്. ഇതിൽ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ജെറിക്കോ എന്ന പട്ടണത്തെ പറ്റിയാണ്. ഈ പട്ടണം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ മേഖലയിലാണ്. ഏതാണ്ട് 11,000 വർഷം പഴക്കമുള്ള ജെറിക്കോ പട്ടണം ലോകത്ത് ഏറ്റവും പഴക്കമുള്ള പട്ടണമായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. പുരാതന കൃഷി രീതിയുടെ അടയാളങ്ങളും ആദ്യകാല നഗര സംവിധാനങ്ങളും ഇവിടെ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് ബൈബ്ലോസ് എന്ന നഗരമാണ്. നിലവിൽ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ലെബനോൻ എന്ന രാജ്യത്താണ്. ഏതാണ്ട് 7,000 വർഷം പഴക്കമുള്ള ഈ നഗരത്തിന് ഫിനീഷ്യൻ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. കടൽ വ്യാപാരവും എഴുത്തിന്റെ വികാസവും ഈ നഗരവുമായി ബന്ധപ്പെട്ടാണ് രൂപം കൊണ്ടത്. അടുത്തത് അർഗോസ് എന്ന നഗരമാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഗ്രീസ് എന്ന രാജ്യത്താണ്. പുരാതന ഗ്രീസിൽ ഏറ്റവും പഴക്കം ചെന്ന പട്ടണങ്ങളിൽ ഒന്ന്. മൈസീനിയൻ കാലഘട്ടം മുതൽ മനുഷ്യവാസം ആരംഭിച്ച നഗരമാണ് അർഗോസ്. അടുത്തത് ഡമാസ്കസ് എന്ന പട്ടണമാണ്. നിലവിൽ സിറിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഡമാസ്കസ്. ഏതാണ്ട് 6,300 വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന ഡമാസ്കസ് പട്ടണം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തലസ്ഥാന നഗരമായാണ് ലോകത്ത് പരിഗണിക്കപ്പെടുന്നത്. അടുത്തത് അലപ്പോ. ഈ നഗരവും സിറിയയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പുരാതന വ്യാപാര പാതകളുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായിരുന്നു അലപ്പോ. വിവിധ സാമ്രാജ്യങ്ങളുടെ സ്വാധീനവും ഉദയവും അസ്തമയവും കണ്ട നഗരം കൂടിയാണ് അലപ്പോ. അടുത്തത് സൂസ എന്ന നഗരമാണ്. ഈ നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ്. ഏകദേശം 6,200 വർഷത്തെ പഴക്കമാണ് ഈ നഗരത്തിന് കണക്കാക്കപ്പെടുന്നത്. എലാമൈറ്റ് പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു സൂസ. അടുത്തത് പ്ലോവ്ദീവ് എന്ന നഗരമാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ബൾഗേറിയ എന്ന രാജ്യത്താണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരം കൂടിയാണിത്. മാത്രമല്ല റോമൻ ബെൻസന്റൈൻ കാലഘട്ടങ്ങളിൽ ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ഈ നഗരം. അടുത്തത് സൈഡൻ എന്ന നഗരത്തെ കുറിച്ചാണ്. ഈ നഗരം നിലവിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലെബനോനിലാണ്. ഫിനീഷ്യൻ കടൽ വ്യാപാരത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു സൈഡോൺ. ഏതാണ്ട് 6,000 വർഷം പഴക്കമാണ് ഈ നഗരത്തിന് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ഫായൂം എന്ന നഗരമാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. പുരാതന ഈജിപ്ഷ്യൻ നദീതട സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമായിരുന്ന ഫായൂം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നഗരമായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അടുത്തത് ഗാസിയാന്തേപ്പ് എന്ന നഗരത്തെ കുറിച്ചാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തിൽ വളർന്ന ഗാസിയാന്തേപ്പ് ഏതാണ്ട് 5,650 വർഷത്തെ പഴക്കമുള്ള നഗരമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ബൈറൂത്ത്. ഈ നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലെബനോനിലാണ്.
ലബനോണിന്റെ തലസ്ഥാന നഗരം കൂടിയാണ് ബെയ്റൂത്ത്. ഫിനീഷ്യൻ റോമൻ കാലഘട്ടത്തിലൂടെ വികസിച്ച ബെയ്റൂത്ത് ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ജെറുസലേം. നിലവിൽ ഇസ്രായേലിന്റെ ഭാഗമാണ് ജെറുസലേം. ഏകദേശം 4800 വർഷമാണ് ജെറുസലേം നഗരത്തിന്റെ പ്രായം കണക്കാക്കുന്നത്. 3 മതങ്ങളുടെ പ്രധാന പുണ്യ കേന്ദ്രമാണ് ജെറുസലേം. പ്രത്യേകിച്ചും യഹൂദ മതം, ക്രൈസ്തവത, ഇസ്ലാം മതം. അതുതന്നെയാണ് ഈ നഗരത്തിന്റെ പ്രാധാന്യവും. അടുത്തത് ടയർ എന്ന നഗരത്തെ കുറിച്ചാണ്. ഈ നഗരം നിലവിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലബനോണിലാണ്. ഫിനീഷ്യൻ സാമ്രാജ്യത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ടയർ ഏകദേശം 4780 വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് എർബിൽ. എർബിൽ എന്ന നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. പുരാതന കോട്ട നഗരമായി അറിയപ്പെടുന്ന എർബിൽ ഏകദേശം 4300 വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് കിർകുക്ക് എന്ന നഗരമാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇറാഖ് എന്ന രാജ്യത്താണ്. അസീരിയൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളുടെ സ്വാധീനമുള്ള കിർകുക്ക് ഏകദേശം 4200 വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ബാൾക്ക് എന്ന നഗരത്തെ കുറിച്ചാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. പുരാതന ബാക്ട്രിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് ബൾക്ക്. ഈ നഗരത്തിന് ഏകദേശം 3500 വർഷമാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ഏതൻസ്. നിലവിൽ ഏതൻസ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിലാണ്. ജനാധിപത്യത്തിന്റെയും ദാർശനിക ചിന്തയുടെയും വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതൻസിന് ഏതാണ്ട് 3400 വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് തീബ്സ് എന്ന നഗരമാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിലാണ്. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു തീബ്സ്. അടുത്തത് ലാർനാഗ എന്ന നഗരത്തെ കുറിച്ചാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് സൈപ്രസ് എന്ന ദ്വീപ് രാജ്യത്തിലാണ്. ഈ നഗരത്തിന് ഏകദേശം 3400 വർഷം പഴക്കമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് കാഡിസ് എന്ന നഗരമാണ്. ഈ നഗരം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണ്. പാശ്ചാത്യ യൂറോപ്പിന്റെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നായ കാഡിസിന് ഏകദേശം 3100 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് വാരണാസി എന്ന നഗരത്തെ കുറിച്ചാണ്. നാം ഇന്ത്യക്കാരുടെ അഭിമാനമായ വാരണാസി. ഏകദേശം 3000 വർഷം പഴക്കമുള്ള വാരണാസി ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരാതനമായ നഗരമായി കണക്കാക്കപ്പെടുന്നു. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം വേദകാലം മുതൽ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഹിന്ദു ധർമ്മത്തിന്റെയും തത്വചിന്തകളുടെയും ഭാഗമാണ്. വാരണാസി എന്നാൽ മറ്റു പട്ടണങ്ങളെ പോലെ രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും കീഴിലല്ല വളർന്നത്. പ്രാർത്ഥന, ദർശനം, ഗുരുകുല പാരമ്പര്യം, സംഗീതം, സാഹിത്യം, യോഗ, സന്യാസ പാരമ്പര്യം ഇവയൊക്കെയാണ് ഈ നഗരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായത്.
ജീവിതവും മരണവും ഒരേ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് വശങ്ങളാണെന്നുള്ള ബോധം, പ്രകൃതിയോടുള്ള ആദരം, ആത്മീയ അന്വേഷണത്തിനുള്ള സ്വാതന്ത്ര്യം, ഈ പ്രത്യേകതകൾ ഒക്കെ തന്നെ വാരണാസിയെ മറ്റു പുരാതന നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ ഭാഗമായ വാരണാസി ആയിരക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെട്ട ഒരു സാംസ്കാരിക ആത്മീയ പാരമ്പര്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.